നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റാണ്. കറക്കാതെയും പിഴിയാതെയും കൈ വേദനിക്കാതെ വീട്ടമ്മമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. പാസ്തയും നൂഡിൽസും ഇടിയപ്പവും ഒക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരൊറ്റ മെഷീൻ മാത്രം മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം. ഒരു തോക്ക് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് 3 സ്വിച്ച് ഇവിടെ കാണുന്നുണ്ട്. ഓൺ ഓഫ് ഉണ്ട്, പിന്നെ അത് പോസ് ചെയ്യാനുള്ളൊരു സ്വിച്ചും കൂടെയാണുള്ളത്. ഇതിനുള്ളിലാണ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴെ കാണുന്ന ഭാഗത്താണ് നമ്മളിതിൻ്റെ ചില്ല് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പം ആണെങ്കിൽ അതിൻ്റെ ചില്ലിട്ട് കൊടുക്കാം. ഇനി പാസ്തയോ നൂഡിൽസോ ഏതെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ചില്ല് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുള്ള സംഭവമാണിത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 6 ചില്ലുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെയുള്ള കേബിളാണ് കാണുന്നത്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് ഇലക്ട്രിക്കലാണ്. പിന്നെ ഇത് മാവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള സ്ക്രേപ്പറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് 6 അച്ചുകളുണ്ട്. നമുക്ക് ഇടിയപ്പവും നൂഡിൽസും പാസ്തയും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളതൊരു ബ്രഷാണ്. അത് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിൽ 2 സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. ഇതുപോലെ നല്ല തിക്കായിട്ട് നൂഡിൽസൊക്കെ തയ്യാറാക്കി എടുക്കാനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പിന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളത് അളവ് പാത്രങ്ങളാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിലേക്ക് അച്ച് വെച്ചിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഇത് വെച്ച് കൊടുക്കുക. നമുക്ക് ഏത് ചില്ലാണോ വേണ്ടത്, അത് നൂഡിൽസിൻ്റെ ആണെങ്കിൽ അത് ഏതെങ്കിലും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ മെഷീനിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പോ നൂഡിൽസോ പാസ്തയോ എന്നെ വേണേലും തയ്യാറാക്കിയെടുക്കാം. ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മാനുവലും കൂടി ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഞാനത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇടിയപ്പം തയ്യാറാക്കാനായിട്ടുള്ള മാവും ഞാനിവിടെ കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഒന്ന് തയ്യാറാക്കിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മാവ് ഇട്ടിട്ടുണ്ട്. ഇനി ആ മെഷീൻ ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും ഇതിലേക്ക് വീണ് കഴിയുമ്പോൾ ഇത് പോസ് ചെയ്യാനുള്ള ആ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ മാവിലേക്ക് വരാതെ തന്നെ അതവിടെ സ്റ്റോപ്പാകും. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുള്ള ഒരു സമയം കൂടി കിട്ടും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ബാക്കിലേക്ക് പോകാനായിട്ട് ആ സ്വിച്ച് ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചത് പഴയതുപോലെ അതിൻ്റെ പൊസിഷൻ പഴയതുപോലെ ആയിക്കോളും. അപ്പോൾ നമുക്ക് വീണ്ടും ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇങ്ങനെയൊരു മെഷീൻ വാങ്ങുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീട്ടമ്മമാർക്ക് കൈ വേദനിക്കാതെയും ഇത് ഞെക്കാതെയും പിഴിയാതെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ഇന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് ഇതുപോലെ ഈ സൈഡിലൊക്കെ പറ്റുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബ്രഷും കൂടെ അതിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. ഉപയോഗിച്ച് കഴിഞ്ഞ് വളരെ വൃത്തിയായിട്ട് ഇത് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ നമുക്ക് മാവ് പറ്റുന്ന ഭാഗമൊക്കെ വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊക്കെ ഒന്ന് തുടച്ച് എടുത്താൽ മതി. ഈ ഒരു ഇടിയപ്പം മേക്കർ നിങ്ങളുടെ കയ്യിൽ ഉള്ളവരുണ്ടാവാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഒന്ന് ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.